ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ അങ്കമാലി കറുവറ്റ് ഭാഗത്തുള്ള നമ്മുടെ JND ഓട്ടോക്രാഫ്റ്റ് റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഷോറൂം നമ്മുടെ NHൻ്റെ ഭാഗത്തായിട്ടാണ്. നമുക്ക് NH കൂടെ പോകുന്നത് കാണാവുന്ന ഒരു ഷോറൂമാണ്. ഈ ഷോറൂമാണ് നമുക്കിന്ന് റോയൽ എൻഫീൽഡ് നമുക്ക് റിവ്യൂ ആയിട്ട് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ഷോറൂമിൻ്റെ അകത്താണ്. ഇപ്പോൾ നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് നമ്മൾ സാനിറ്റൈസർ മാസ്ക് ഉണ്ട്. ഞാനിപ്പോൾ മാസ്ക് വെക്കാത്തതുകൊണ്ട് എനിക്ക് ഞാൻ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് വരുന്നില്ല. അപ്പോൾ മാസ്ക് ഞാൻ അതുകൊണ്ട് അത് വെച്ച് കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോട്ടോക്കോൾ പ്രകാരം നമ്മൾ സാനിറ്റൈസർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ. ഇതിൻ്റെ ഹെഡ് ലാമ്പാണ് വേറൊരു പ്രത്യേകമായിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് DRL ഉണ്ട്. അപ്പോൾ അത് വരുന്നത് നമ്മുടെ ഇവിടെ താഴെ നിന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ഓണായിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. ഇത് നമ്മുടെ മീറ്റിയറിൻ്റെ ടോപ്പ് എൻഡ് എഡിഷനാണ് സൂപ്പർനോവ. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് പറയുന്നത് ഫയർബോൾ എന്ന് പറയുന്നതാണ്. മെറ്റീരിയൽ 350 തന്നെ. ഇതിൻ്റെ സ്റ്റെല്ലാറുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കറൻ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഷീൽഡ് തന്നെ നമുക്ക് ഏത് രീതിയിലും ഒരു കാറ്റ് കയറി പിടിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി റൈഡ് ചെയ്യുമ്പോൾ എയർ ഇതുമ്പോൾ തട്ടി നമുക്കൊരു അൺകംഫർട്ടബിൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഹോളും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഇതിന് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കാറ്റിൻ്റെ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. ടോട്ടലി നമ്മുടെ മീറ്ററിനെയും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ വിൻഡ്ഷീൽഡ് വന്നേക്കുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. പക്ഷേ ഇൻഡിക്കേറ്റർ നമുക്ക് പറയുകയാണെങ്കിൽ അധികം ചേഞ്ചസ് വരുത്തിയിട്ടില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് ക്രോം ഫിനിഷിങ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു നല്ലൊരു ലുക്കായിട്ട് തോന്നിക്കുന്നുമുണ്ട്. സ്വിച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ റോയൽ എൻഫീൽഡ് കാണുന്ന ആ ഒരു സ്വിച്ചസ് അല്ല നമ്മുടെ ഈ സൂപ്പർനോവയ്ക്കും ഇതിൻ്റെ 3 സെഗ്മെൻറ്റിൽ വന്നേക്കുന്നത്. റോട്ടർ സ്വിച്ച് എന്നാണ് ഇതിന് പറയണേ. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് കൊടുത്തേക്കുന്നത് ഇപ്പോൾ പാസ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൈഡിലേക്കാണ് ഇതിൻ്റെ പാസ് ലൈറ്റ്. അതുപോലെ ഡിമ്മും ബ്രൈറ്റൊക്കെ ഇതിൽ തന്നെ ഇതിൽ തന്നെ ആഡ് ചെയ്തൊക്കെയാണ്. പക്ഷേ നമുക്ക് റൈഡ് പോകുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ചില ടൈമിൽ നമുക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു സ്വിച്ചിലേക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. വാട്ടർ സ്വിച്ച് തന്നെ ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഇപ്പോൾ കിൽ സ്വിച്ചാണ്. കില്ല് നേരെ ഇവിടെ വരുമ്പോൾ ഓൺ. ഈ ഭാഗത്തേക്ക് നിൽക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടാകുന്നതായിരിക്കും. താഴ്ഭാഗത്ത് നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ ഈ ഹാൻഡിൽ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്വിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ സ്വിച്ച് നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ ഈ അനലോഗ് മീറ്ററിൽ ഒരു ഡിജിറ്റൽ മീറ്ററുണ്ട്. അതിൽ നമുക്ക് ട്രിപ്പും ഒക്കെ നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് RPM മീറ്റർ ഇല്ല, പകരം ഓഡോമീറ്ററുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മീറ്ററാണ് ഈ കാണുന്നത്. നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ ട്രിപ്പ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ സ്വിച്ച്. അപ്പോൾ ഇതിൽ നിൽക്കുമ്പോൾ വരുന്നത് ഇപ്പോൾ നമുക്ക് കാണാം, കണ്ടോ, ട്രിപ്പ് A, B. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോളിങ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഡോമീറ്ററും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒറ്റ സ്വിച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു മീറ്റർ ചെറുത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. അത് കണക്ട് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ വർക്കിംഗ് മൊത്തം വരുള്ളൂ. ഇത്
ഈ മീറ്റർ പവർ ചെയ്തേക്കുന്നത് ഗൂഗിൾ തന്നെയാണ്. ഈ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതായിട്ട് സിങ്ക് ചെയ്യാം. ഇത് സിങ്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൽ നേവിഗേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഫോണിൽ കിട്ടുന്ന അതേ എല്ലാ ഫീച്ചേഴ്സും ഇത് കിട്ടുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോഴാണ് നമുക്ക് തിരിയേണ്ടത് എപ്പോഴാണെന്നുള്ള ഒരു ടൈമിങ്ങിൽ ഇതിൽ നമുക്ക് ഏരോസ് വരും. അങ്ങനെ ഉള്ള ഒരു നേവിഗേഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. കൂടാതെ മറ്റൊരു ഫീച്ചറും കൂടി നമ്മുടെ റോയൽ എൻഫീൽഡ് തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഫോണിൻ്റെ ചാർജ് തീരാം. കാരണം നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നതാണ്. അപ്പോൾ ചാർജിന് പ്രശ്നം കാരണം നമ്മൾ പവർ ബാങ്ക് ഇതെല്ലാം നമ്മൾ ക്യാരി ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് വണ്ടി തന്നെ നമ്മുടെ ഇൻബിൽട്ടായിട്ട് USB-യുടെ ഒരു പോർട്ട് അവൈലബിൾ ആണ്. റോയൽ എൻഫീൽഡിൻ്റെ കുറേ ബാഡ്ജിങ് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ. അതേപോലെ തന്നെ ഫുഡ് റെസ്ക്യൂ ഉണ്ട്. സീറ്റിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട് ഇവിടെ റോയൽ എൻഫീൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മീറ്ററിൻ്റെ ഭാഗത്തും റോയൽ എൻഫീൽഡ് രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മെയിനായിട്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ വിൻഡ്ഷീൽഡിൻ്റെ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ ആ കപ്പിങ്ങിലും ഉണ്ട്. ഒരു വീതി കൂടിയ ഫുട് റെസ്റ്റ് നമുക്ക് കൊടുത്തേക്കുന്നത്. ഇതിൽ ടയർ സൈസ് തന്നെ വരുന്നത് 190യുടെ ടയറാണ്. C8-ൻ്റെ അലോയ് വീൽ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ടൈപ്പാണ് കൊടുക്കുന്നത്. ഡ്യുവൽ ടോൺഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ലുക്കും ഉണ്ട്. ഡ്യുവൽ ടോൺ ആയതുകൊണ്ട് നമ്മുടെ റണ്ണിങ്ങിൽ നല്ലൊരു ലുക്കും അതിൽ വരുന്നതായിരിക്കും. സീറ്റിംഗ് വരുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം നല്ലൊരു ലുക്കിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിൽ പോലും നല്ല ഒരു പെർഫെക്റ്റ് ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. നമ്മുടെ കംഫർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സീറ്റിംഗ് തന്നെയാണ് നമുക്ക് തന്നേക്കുന്നത്. റൈഡറിന് നല്ലൊരു കംഫർട്ട് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിറകിലിരിക്കുന്നവർക്കുള്ള ഒരു കംഫർട്ട് ലൈനും ഈ പ്രാവശ്യം മീറ്റർ 350 നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പിറകിലിരിക്കുന്നത് ഒന്നുകൊണ്ട് പേടിക്കേണ്ട. അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റലിൻ്റെ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു സെറ്റപ്പും കൂടി ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ലുക്കിലുള്ള ഒരു പിടുത്തമാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അതുകൊണ്ട് പിറകിലിടുന്നവർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് പിടിച്ച് നല്ല സുഖയാത്രയായിട്ട് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. ടാങ്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ടോട്ടലി നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊരു 15 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ലുക്ക് കൊടുക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഈ ബാഡ്ജാണ്. ഈ ടാങ്ക് ഒരു ഡ്യുവൽ ടോൺ കളറാണ്. നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കളർ ബ്ലാക്ക് ഒരു ഫിനിഷിങ്ങും ഉണ്ട്. എന്നാൽ നല്ല മെറ്റാലിക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ടാങ്കാണ്. പിന്നെ പറഞ്ഞു ഇതിൻ്റെ എൻജിൻ നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ബേസ് നോക്കുമ്പോൾ ഒരു നമുക്കൊരു നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു പവർഫുൾ എൻജിനായിട്ടാണ് ഇരിക്കുന്നത്. പണ്ടത്തെ പോലെ നമ്മൾ ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞ സംഭവം മാറ്റാനായിട്ട് ഈ എൻജിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡ്യുവലായിട്ടുള്ള ഒരു ചേസിയാണ് ഇതിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈബ്രേഷൻ കൂടുതലും കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എൻജിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ഇതിന് വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് എക്സ്ട്രാ ഒരു ഫീച്ചറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈബ്രേഷൻ കുറയുമെന്ന് പറയുന്നത്. അതായത് ഈ എൻജിനുള്ളിൽ ഒരു കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു ടെയിൽ ലാമ്പ് കൂടി നമ്മുടെ മീറ്ററിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലും LED-യുടെ ഒരു റിങ് ഉണ്ട്. അത് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇത് ഡേലൈറ്റ് റിങ്ങാണ്. ഇതുകൂടാതെ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറെ സെപ്പറേറ്റ് ലൈറ്റാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ട് വണ്ടിയുടെ എങ്ങനെയാണ് കംഫർട്ട് ലെവലും അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് റണ്ണിങ് ആണ്. ബ്രേക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഡ്യുവൽ ABS ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ NH ഒന്ന് കയറി നോക്കാം.
അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം ഇതിൽ കാണാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ ഗിയേഴ്സും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നമുക്ക് ഈ മീറ്ററിൽ കാണാൻ പറ്റും. അതൊരു ഇതിൽ ഏഴ് എത്തുന്നൊരു സംഭവമാണ്. വണ്ടി നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 ഗിയറിൽ ഓടിച്ചിട്ടും ഈ പറയുന്ന വൈബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അധികം നമ്മുടെ വണ്ടികൾ നല്ല സ്പീഡിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയൊരു വൈബ്രേഷൻ. പക്ഷേ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. നല്ല വ്യത്യാസമുണ്ട്. റണ്ണിങ്ങിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നല്ല കൂളായിട്ട് സിമ്പിളായിട്ടാണ് വണ്ടി റൺ ചെയ്യുന്നത്. നമുക്കൊരു നല്ലൊരു കംഫർട്ട് ഫീൽ നമുക്ക് തരുന്നുണ്ട്. സീറ്റിങ്ങും ഒക്കെ എല്ലാം നല്ല കംഫർട്ടായിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ബ്രേക്കിംഗ് പറയുകയാണെങ്കിൽ ABS നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല സിമ്പിളായിട്ട് ബ്രേക്കിംഗ് വരുമ്പോൾ നമ്മൾ സഡൻ സ്റ്റോപ്പിംഗ് അല്ല. വണ്ടി നമ്മൾ സെക്കൻഡ് ഗിയറിലൊക്കെ എടുത്തിടുമ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു സ്മൂത്തായിട്ട് പെട്ടെന്ന് നമുക്ക് തോന്നില്ല ഭയങ്കരമായിട്ട് ഒലച്ചങ്ങോട്ട് കൊണ്ടുപോകണില്ല. നമുക്ക് സ്മൂത്തായിട്ട് നല്ല പവറായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടത് നമ്മുടെ വണ്ടി. ഒരു 60 കിലോമീറ്റർ 80 കിലോമീറ്റർ സ്പീഡിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി നല്ല സ്മൂത്ത്. എന്താ പറയുക, നമ്മളവിടെ അങ്ങനെ കൊണ്ടുപോകുന്ന പറയുന്ന രീതിയിലാണ് വണ്ടിയുടെ ആ ഒരു പോക്ക്. ഇപ്പോൾ ഞാൻ 80 വരെ എത്തിച്ചിട്ട് പോലും നല്ല കംഫർട്ട് റൈഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. റൈഡേഴ്സ് എല്ലാവരും ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ട് റൈഡിന് വേണ്ടി തന്നെ നമ്മുടെ ഈ മീറ്റർ 350 ഇതിൻ്റെ പേരെന്ന് പറയുന്നതാണ് ഉൽക്ക എന്ന് തന്നെ പറയുന്നത്. അതിനെ സൂപ്പർനോവ എന്ന് പേരിട്ടേക്കുന്നത് കാരണം ഇതാണെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സൈലൻസ് ഇതാണ് നല്ല ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി സൈലൻസറാണ് വരുന്നത്. ഈ സൈലൻസർ നല്ല അടിപൊളി ബീറ്റോടെ കൂടെയുള്ള ശബ്ദമാണ് വരുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ മീറ്റർ 350യുടെ സൗണ്ട് എന്ന് പറയുന്നത്. നല്ല ബേസോട് കൂടിയുള്ള ഒരു ശബ്ദമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് മീറ്റർ 350യുടെ ഈ 3 വേരിയൻറ്റിൽ നിന്നുള്ള ഒരു റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നെങ്കിൽ നമ്മുടെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവരും എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.